ഇനി പറ. വഴക്കുണ്ടാകുമ്പോൾ തന്തയ്ക്ക് വിളിക്കുന്ന പരിപാടി നീ ആദ്യം നടത്തണം. ആദ്യം നീ എന്നെ വിളിക്കുന്ന ഒഴിവാക്കുവാണെങ്കിൽ ഞാനെന്ന് നടത്താം. ദേഷ്യം വരുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഭാഷ തെറികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വെച്ചാണ് നിനക്ക് ദേഷ്യം വരുന്നതെങ്കിൽ, നിന്റെ അച്ഛനാണ് മുന്നിൽ വരുന്നതെങ്കിൽ അച്ഛൻ്റെ അപ്പനെ നീ വിളിക്കുമോ? അല്ലെങ്കിൽ നിനക്ക് ഇപ്പം എന്നെ തീരെ ബഹുമാനമില്ല. അത് നിന്റെ വെറും തോന്നല. അല്ല, ആ ആരോമിലേക്ക് അവൻ്റെ കാമുകി വിളിക്കുന്നൊക്കെ എനിക്ക് കൊതിയാവുക. എന്താ വിളിക്കുന്നേ? ഇച്ചായാന്ന്. ഇച്ചായാന്നോ? ചിരിക്കാൻ മാത്രമൊന്നുമില്ല, സ്നേഹമുള്ളവരൊക്കെ എല്ലാവരും അങ്ങനെയാ വിളിക്കുന്നത്. ചിരിക്കണ്ട, നിന്റെ യോഗാസന പരിപാടി നല്ല ഓവറാണ്. വഴക്ക് പിടിക്കാതിരിക്കാനുള്ള സകലമാന പണികൾ നമ്മൾ നോക്കിയതല്ലേ, ഇനി ഇതെങ്കിലും വർക്കാവോ നോക്കാം. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ നീ ജീൻസ്, ഈ ചെറിയ ബനിയനുമല്ല, നിനക്ക് ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് വരാൻ നേരം അനുസരിച്ച്. അതെ, അതെന്റെ ഇഷ്ടമാണ്, ഞാൻ ഏത് ഡ്രസ്സ് ഇടണമെന്ന്. പറക്കുത്തന്നെ പറയുന്നുണ്ട്. നിന്നെ എറണാകുളത്ത് ജോലിക്ക് വിട്ടപ്പോൾ എനിക്കറിയാമായിരുന്നു ഇതൊക്കെ ഉണ്ടാവും. അതെ, അതുകൊണ്ട് എനിക്ക് കുറച്ച് വെളിവ് വെച്ച്. ആ ഫെമിനിറ്റി ആദരയുടെ കൂടെ പോയപ്പോഴേ നശിച്ചു പോയതാണ്. അതെ, അവളുള്ളതുകൊണ്ട് നീ ടോക്സിക് ആണെന്ന് എനിക്ക് മനസ്സിലായി. ടോക്സിക്കും ഞാനോ? അതെ, നീ ടോക്സിക് ആണ്. ആണോ? നീ കളഞ്ഞിട്ട് പോടി. ഓക്കെ. ടോക്സിറ്റി മാറ്റാൻ പറ്റുമോ?